പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം നവവി ഇമാമും ആധുനിക പഠനങ്ങളും എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെയുള്ള പ്രസൻറ്റേഷനിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതുവരെയുള്ള പ്രസൻറ്റേഷൻസ് അല്ലെങ്കിൽ വിഷയാവതരണമൊക്കെ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക നവവി ഇമാം എങ്ങനെയാണ് ട്രഡീഷൻ്റെ അകത്ത് ഷാഫി മദ്ഹബിൻ്റെ അകത്തും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരിക്കും. നവവി ഇമാം എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളായിരിക്കും ഇതുവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ ഒരു പ്രസൻറ്റേഷനിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അക്കാദമിക് ലോകത്ത്, പ്രത്യേകിച്ച് വെസ്റ്റേൺ അല്ലെങ്കിൽ യൂറോ അമേരിക്കൻ അക്കാദമിയിൽ നവവി ഇമാമിനെ കുറിച്ചിട്ടുള്ള വർക്കുകൾ വന്നിട്ടുണ്ട്, കുറച്ച് വർക്കുകൾ വന്നിട്ടുണ്ട്. ആ വർക്കുകളെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കും എൻ്റെ സംസാരത്തിൽ അധികം ഉണ്ടാകും. അപ്പോൾ നവവി ഇമാമും ആധുനിക പഠനങ്ങളും എന്ന് പറയുമ്പോൾ ആദ്യമേ ഈ ആധുനിക പഠനങ്ങൾ എന്നുള്ളതിനെ ഞാൻ ക്വാളിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കാം. എന്ന് പറഞ്ഞാൽ നവവി ഇമാമിനെ കുറിച്ച് വെസ്റ്റേൺ അല്ലെങ്കിൽ യൂറോ അമേരിക്കൻ അക്കാദമിയിൽ ഒരുപാട് ഭാഷകളിൽ, ഇപ്പോൾ ഫ്രഞ്ചിൽ ചില വർക്കുകൾ വന്നിട്ടുണ്ട്, ജർമ്മൻ ഭാഷയിൽ ചില വർക്കുകൾ വന്നിട്ടുണ്ട്. ഈ ഭാഷയൊന്നും എനിക്കറിയാത്തതുകൊണ്ട് ആ വർക്കുകൾ വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. 1841 തന്നെ നവവി ഇമാമിനെ കുറിച്ച് ജർമ്മനിൽ ഒരു നവവി ഇമാമിൻ്റെ ലൈഫിനെ കുറിച്ചിട്ടുള്ള ഒരു വർക്ക് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ പ്രസൻറ്റേഷൻ ഇംഗ്ലീഷിൽ വന്നിട്ടുള്ള നവവി ഇമാമിനെ കുറിച്ചിട്ടുള്ള വർക്കുകളെ ഫോക്കസ് ചെയ്തിട്ടുള്ളതായിരിക്കും. മാത്രമല്ല അത് തന്നെ നവവി ഇമാമിൻ്റെ ഫിഖ് അല്ലെങ്കിൽ ഇസ്ലാമിക് ലോ റിലേറ്റഡ് ആയിട്ടുള്ള നവവി ഇമാമിനെ കുറിച്ച് വന്നിട്ടുള്ള വർക്കുകളെ കുറിച്ചായിരിക്കും ഇവിടെ സംസാരിക്കുക. അടുത്തതായിട്ട് പറയാനുള്ളത്, ഇസ്ലാമിക് ലോ എന്നുള്ള ഫീൽഡിൽ അല്ലെങ്കിൽ ഇസ്ലാമിക് ലീഗൽ സ്റ്റഡീസ് എന്നുള്ള ഒരു അക്കാദമിക് ഫീൽഡിൽ ഒരുപാട് വർക്കുകൾ പല തീമുകളിലും പല വിഷയങ്ങളിലും പല ഇമാമുമാരെ കുറിച്ച് വന്നിട്ടുണ്ട്. എന്നാൽ നവവി ഇമാമിൻ്റെ ഒരു സ്കോളർഷിപ്പിൻ്റെ ബ്രെഡ്ത്തും ഡെപ്ത്തും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ നവവി ഇമാമിനോട് ജസ്റ്റിസ് ചെയ്യാത്ത അല്ലെങ്കിൽ നവവി ഇമാമിൻ്റെ ഒരു സ്കോളർഷിപ്പിനോട് ഒരിക്കലും നീതി പുലർത്താത്ത രീതിയിലുള്ള വർക്കുകളാണ്. അല്ലെങ്കിൽ നവവി ഇമാം ഇതിലേറെ അർഹിക്കുന്നുണ്ട്, അത്ര തന്നെ വർക്കുകൾ അക്കാദമിക ലോകത്ത് വന്നിട്ടില്ല എന്നുള്ള ആമുഖത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. വളരെ ഒരു 3-4 വർക്കുകളെ കുറിച്ച് ഞാൻ ഇവിടെ സംസാരിക്കാം. ഇതിനുള്ള ഒരു കാരണം നവവി ഇമാമിനെ കുറിച്ച് അല്ലെങ്കിൽ നവവി ഇമാമിന് ഈ പോസ്റ്റ് ക്ലാസിക്കൽ പീരീഡ്, പോസ്റ്റ് ഫോർമാറ്റീവ് പീരീഡ് എന്ന് പറയും, ഇസ്ലാമിക് ലോ അതിൻ്റെ ഫോർമേഷന് ശേഷമുള്ള പീരീഡിന് ആ ഒരു പോസ്റ്റ് ഫോർമാറ്റീവ് പീരീഡിലുള്ള ഇമ്മത്തിനെ കുറിച്ചോ കിതാബുകളെ കുറിച്ചോ കൂടുതൽ വർക്ക് വരാത്തതിനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ ഈ യൂറോ അമേരിക്കൻ അക്കാദമി അല്ലെങ്കിൽ വെസ്റ്റേൺ അക്കാദമിയിൽ ഒരു പെർട്ടിക്കുലർ പീരീഡ് വരെ, പ്രത്യേകിച്ച് 2000 അല്ലെങ്കിൽ 1990കളുടെ അവസാനം വരെ ഫോർമാറ്റീവ് പീരീഡ് അല്ലെങ്കിൽ അതിൻ്റെ ആദ്യകാല മദ്ഹബുകളും ഇതെല്ലാം രൂപപ്പെടുന്ന കാലം, അതുമായി ബന്ധപ്പെട്ട് ഭയങ്കര പ്രീ ഓക്കുപ്പൈഡ് ആയിരുന്നു വെസ്റ്റേൺ അക്കാദമിയ. സ്വാഭാവികമായിട്ടും ഇജ്തിഹാദ് എന്നുള്ളതും അല്ലെങ്കിൽ ലീഗൽ ക്രിയേറ്റിവിറ്റി, സ്കോളേഴ്സ് പുതുതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുക, ഇതെല്ലാം ഇതിൻ്റെ ഫോർമാറ്റീവ് പീരീഡിൽ മാത്രം ചുരുക്കപ്പെട്ടിരുന്നു എന്നുള്ളതും ശേഷമുള്ള പോസ്റ്റ് ക്ലാസിക്കൽ പീരീഡ് അല്ലെങ്കിൽ പോസ്റ്റ് കാനനിക്കൽ പീരീഡ്, ഈ പീരീഡിലൊന്നും ഒരു ക്രിയേറ്റിവിറ്റിയും ഒരു ഒറിജിനാലിറ്റിയും മുസ്ലിം സ്കോളേഴ്സ് അല്ലെങ്കിൽ ഇമ്മത്ത് മുന്നോട്ട് വച്ചിരുന്ന കിതാബുകളിലോ അവരുടെ അഭിപ്രായങ്ങളിലോ കാണപ്പെടാറില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പൊതുവേ ഉണ്ടായിരുന്നു. പക്ഷേ 2010 ശേഷം വന്നിട്ടുള്ള വർക്കുകളിൽ അല്ലെങ്കിൽ ഈ ഒരു അക്കാദമിക ലോകത്ത് വരുന്ന വർക്കുകളിൽ ഈ ഒരു ധാരണ പാടെ തിരുത്തപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ധാരണ തിരുത്തിയതിന് ശേഷം ഒരുപാട് വർക്കുകളും വന്നിട്ടുണ്ട്. ഇപ്പോൾ സക്കരിയ അൽ അൻസാരി തങ്ങളെക്കുറിച്ച് ഒരു PhD ഡിസർട്ടേഷൻ ഒരു പുസ്തകം വന്നിട്ടുണ്ട്. അതേപോലെ ഇബ്രാഹിം ഉൽ ബാജൂരി തങ്ങളെക്കുറിച്ച് ഒരു വർക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ കമൻറ്റേറിയൽ ട്രഡീഷൻ അല്ലെങ്കിൽ ഹാഷിയ ട്രഡീഷനെ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന വർക്കുകൾ ഈ ഒരു അവസാന 10 വർഷമായിട്ട് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള 1980കളിലും 90കളിലൊക്കെ വർക്ക് ഈ പോസ്റ്റ് ഫോർമാറ്റീവ് പീരീഡിലായി, അതിനു മുമ്പും 50കൾക്ക് ശേഷമുള്ള ആ ഒരു കാലത്തും ഫോർമാറ്റീവ് പീരീഡിൽ മാത്രം ഒതുങ്ങി എന്നുള്ളത് കാരണത്തിൽ തന്നെ നവവി ഇമാമിൻ്റെ സ്കോളർഷിപ്പ് സ്റ്റിൽ എക്സ്പ്ലോർ ചെയ്യപ്പെടാൻ ഒരുപാട് അതിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞു വെക്കാം. അപ്പോൾ നവവി ഇമാമിനെ കുറിച്ച് വന്നിട്ടുള്ള ഓരോ പെർട്ടിക്കുലർ വർക്ക് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നോർമാൻ കാൽഡർ എന്നുള്ളൊരു സ്കോളറുണ്ട്. അദ്ദേഹം 98 മരിച്ചു പോയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്ററിൽ മിഡിൽ ഈസ്റ്റേൺ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം നവവി ഇമാമിനെ കുറിച്ച് 2 ആർട്ടിക്കിൾ എഴുതുന്നുണ്ട്. ഒന്ന് അൽ നവവീസ് ടൈപ്പോളജി ഓഫ് മുഫ്തീസ് ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ഫോർ എ ജനറൽ തിയറി ഓഫ് ഇസ്ലാമിക് ലോ ആൻഡ് സൊസൈറ്റി ജേണൽ, അതിൽ 1996 വന്നിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ നേരത്തെ പ്രസൻറ്റേഷനിലൊക്കെ ഇവിടെ സൂചിപ്പിച്ച പോലെ നവവി ഇമാം മുഫ്തികളെ ഒരു റാങ്കിങ് അല്ലെങ്കിൽ ഒരു ഗ്രേഡിങ് ചെയ്യുന്നുണ്ട്. അതിൽ മുജ്തഹിദ് മുസ്തഖിൽ മുത്തലഖ്, മുജ്തഹിദ് ഫിൽ മദ്ഹബ്, മുജ്തഹിദ് മുഖയ്യദ്, ഇങ്ങനെ ഒരു ഗ്രഡേഷൻ മുഫ്തികൾക്ക് കൊടുക്കുന്നുണ്ട്. ഈ ഒരു റാങ്കിങ് അല്ലെങ്കിൽ ഈ ഗ്രേഡിങ് നോക്കിയിട്ട് നോർമാൻ കാൽഡർ നവവി ഇമാമിൻ്റെ മജ്മൂഇൻ്റെ മുഖദ്ദിമയിൽ
വരുന്ന കുറച്ച് ബാബു ആദാബിൽ ഫത്വ വൽ മുഫ്തി വൽ മുസ്തഫ്തി, ഫസ്ലും ഫി അഹ്കാമിൽ മുഫ്തി, ഫസ്ലും ഫി ആദാബിൽ ഫത്വ, ഫസ്ലും ഫി ആദാബിൽ മുസ്തഫ്തി വസിഫത്തിഹി വ അഹ്കാമിഹി. ഈ ചർച്ചകളെ മൊത്തം കേന്ദ്രീകരിച്ചാണ് നവവി ഇമാം എങ്ങനെയാണ് മുഫ്തികളെ ടൈപ്പോളജി എന്ന് പറഞ്ഞാൽ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അത് ഉസൂൽ ഫിഖുമായി ബന്ധപ്പെട്ട് എങ്ങനെ കിടക്കുന്നു, അല്ലെങ്കിൽ ഇസ്ലാമിക് ലോയുടെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് നവവി ഇമാമിൻ്റെ ഈ ക്ലാസിഫിക്കേഷനെ എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നോർമൻ കാൾഡർ ആ വർക്കിൽ അന്വേഷിക്കുന്നത്. അപ്പോൾ അതിൽ മനസ്സിലാക്കാനുള്ളത്, അതിൽ ഈ മജ്മൂയിലെ ഒരു മുഖദ്ദിമയുടെ ഒരു ഭാഗം അദ്ദേഹം ട്രാൻസ്ലേറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർക്ക് അദ്ദേഹം ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ, ആ ഒരു കാലത്ത് 1996 ഈ വർക്ക് വരുന്നത്. ഇത് അന്ന് 1980കളിലും 90കളിലും ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഇസ്ലാമിക് ലീഗൽ സ്റ്റഡീസിൽ അക്കാദമിയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ഡിബേറ്റ് ഇജ്തിഹാദ് വേഴ്സസ് തഖ്ലീദ് ഡിബേറ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ ജോസഫ് ഷാഖ്ത്ത് ആദ്യമേ പറഞ്ഞു വെച്ചിട്ടുള്ളത്, ഹിജ്റ അല്ലെങ്കിൽ കോമൺ എറ 900 കോമൺ എറയ്ക്ക് ശേഷം മുസ്ലിം ലോകത്ത് ഇജ്തിഹാദ് നിലച്ചു പോയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇജ്തിഹാദായിരുന്നു ക്രിയേറ്റിവിറ്റിൻ്റെ ഒരു ഏരിയ, അല്ലെങ്കിൽ ഒറിജിനലായിട്ടുള്ള ഐഡിയകളൊക്കെ വന്നിട്ടുള്ളത് ഇജ്തിഹാദിലൂടെ ആയിരുന്നു. ഇജ്തിഹാദ് നിലച്ചുപോയി എന്ന് മുസ്ലിങ്ങൾ സ്വന്തം അംഗീകരിച്ചാണ് സ്വാഭാവികമായിട്ടും മുസ്ലിം ഇൻ്റലക്ച്വൽ ഹിസ്റ്ററി അല്ലെങ്കിൽ മുസ്ലിംസിൻ്റെ മൊത്തത്തിലുള്ള ലീഗൽ സ്റ്റഡി, ഫിഖിലുള്ളതായാലും ബാക്കി ഏത് ഏരിയയിലുള്ളതായാലും സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള, വളരെ വരണ്ടതായിട്ടുള്ള, യാതൊരു ക്രിയേറ്റിവിറ്റിയും ഇല്ലാത്ത ഒരുപാട് വർക്കുകളായിരുന്നു എന്ന് ഷാഖ്ത്ത് കുറച്ച് മുമ്പ് പറഞ്ഞു വെക്കുന്നുണ്ട്. 1950കളിലൊക്കെ 60കളിലൊക്കെ ആയിട്ട്. ഇതിനെ കറക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ധാരണ, ഈ ഒരു ഐഡിയനെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് 1984 വയൽ അഹ്ലാഖ് വാസ് ദി ഗേറ്റ് ഓഫ് ഇത്യാദ് ക്ലോസ്ഡ് എന്നുള്ള വർക്ക് ചെയ്തത്. അപ്പോൾ അതിൽ പറയുന്നത് ഈ ഒരു ഇജ്തിഹാദിൻ്റെ ബാബ് ക്ലോസ് ആവുക എന്നുള്ളത് മുസ്ലിങ്ങൾക്കിടയിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മുസ്ലിം സ്കോളേഴ്സിൻ്റെ ഇടയിൽ ഒരു ഏകാഭിപ്രായം ഉണ്ടായിരുന്നുള്ള ഒരു കാര്യമായിരുന്നില്ല. അവരൊരിക്കലും പൂർണ്ണമായിട്ടും ഇജ്തിഹാദിൻ്റെ ബാബ് ക്ലോസ് ആയിരുന്നു എന്നുള്ള ഒരു അസംഷൻ അംഗീകരിച്ചിരുന്നില്ല എന്ന് വയൽ അഹ്ലാഖ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പിലേക്കാണ് നവവി ഇമാമിനെ പ്ലേസ് ചെയ്തുകൊണ്ട് നോർമാൻ കാൾഡർ വരുന്നത്. അതിൽ നവവി ഇമാമിൻ്റെ ഈ ടൈപ്പോളജി ഓഫ് മുഫ്തീസ് എന്ന് പറയുമ്പോൾ മുജ്തഹിദ്, മുഖയ്യദ്, അതുപോലെ തന്നെ തഖ്ലീദ്, അന്ന് ഈ ഒരു ചർച്ചയിൽ ഹല്ലാക്കിൻ്റെയും ഷാഖ്ത്തിൻ്റെയും ഡിബേറ്റുകളിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇജ്തിഹാദും തഖ്ലീദും രണ്ടും ബൈനറി, ഒന്നില്ലെങ്കിൽ ഒരാൾ മുജ്തഹിദാവുക അല്ലെങ്കിൽ മുഖല്ലിദാവുക. മുഖല്ലിദ് പറഞ്ഞാൽ തഖ്ലീദ് പറഞ്ഞാൽ അതിലൊരു ക്രിയേറ്റിവിറ്റി ഇല്ല എന്നുള്ള അർത്ഥത്തിലായിരുന്നു ആ ഡിബേറ്റ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മുജ്തഹിദ് ഫിൽ മദ്ഹബ് എന്നുള്ള കാറ്റഗറി, അല്ലെങ്കിൽ നവവി ഇമാം മജ്മൂയിൽ കൊണ്ടുവരുന്ന മുജ്തഹിദ് ഫിൽ മദ്ഹബ് എങ്ങനെയാണ്, ഒരേ സമയം ക്രിയേറ്റിവിറ്റി ഉണ്ടാവും, ഒരേ സമയം മദ്ഹബിലേക്കുള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവും, എന്നാൽ ഇതിൽ ഒരു കൈൻഡ് ഓഫ് ഇജ്തിഹാദ് ഉണ്ടായിരുന്നു എന്നുള്ള ചർച്ചകൾ വെച്ചിട്ട് നോർമാൻ കാൾഡർ ഈ ഡിബേറ്റിലേക്ക് ഇടപെടുന്നത്. അപ്പോൾ ഇജ്തിഹാദ് അബ്സല്യൂട്ട് സെൻസിലുള്ള ഇജ്തിഹാദ് അല്ലെങ്കിലും ഇൽഹാഖ്, തഖ്രീജ്, ഇസ്തിംബാത്ത്, ഇങ്ങനെയുള്ള ഒരുപാട് ഫംഗ്ഷനുകൾ ഈ മുജ്തഹിദ് ഫിൽ മദ്ഹബ് അവരുടെ ഫംഗ്ഷനായിട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഹല്ലാക്കിൻ്റെയും ഷാഖ്ത്തിൻ്റെയും ഡിബേറ്റിലേക്ക് ഒരു മിഡിൽ പൊസിഷൻ ആണ് നവവി ഇമാമിനെ പ്ലേസ് ചെയ്തുകൊണ്ട് നോർമാൻ കാൾഡർ ചെയ്യുന്നത്. നോർമാൻ കാൾഡർ വേറൊരു വർക്ക് കൂടി നവവി ഇമാമിനെ കുറിച്ച് എഴുതുന്നുണ്ട്. അത് അദ്ദേഹം മരിച്ചതിന് ശേഷം 2010 കോളിൻ ഇംബർ എന്നുള്ളൊരു സ്കോളറുണ്ട്. അദ്ദേഹം നോർമാൻ കാൾഡർ മുമ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന പല ആർട്ടുകളും കളക്ട് ചെയ്തിട്ട് ഒരു എഡിറ്റഡ് വോളി ഇറക്കുന്നുണ്ട്. അതിൻ്റെ പേര് ഇസ്ലാമിക് ജൂറിസ്പ്രൂഡൻസ് ഇൻ ദി ക്ലാസിക്കൽ എറ എന്നാണ്. അതിലുള്ള സെക്കൻഡ് ചാപ്റ്റർ നവവി ആൻഡ് ടൈപ്പോളജീസ് ഓഫ് ഫിഖ് റൈറ്റിംഗ് എന്നുള്ള ഒരു ചാപ്റ്ററാണ്, ഒരു 50ഓളം പേജുള്ള. അപ്പോൾ അതിൽ നവവി ഇമാമിനെ എടുത്തുകൊണ്ട് എങ്ങനെയാണ് ഒരു ഫഖീഹ് ഒരു കിതാബ് എഴുതുമ്പോൾ ഓരോ ജോണർ ഉണ്ടാവും. ചിലപ്പോൾ ഒരു മബ്സൂത്തായിട്ടുള്ള ഒരു വർക്ക്, അതിൻ്റെ സ്റ്റൈലും ജോണർ നോക്കുമ്പോൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്കായിരിക്കും. ചിലപ്പോൾ അത് മുഖ്തസറാവാം, ചിലപ്പോൾ അത് ഷറഹാവാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഓരോ ജോണേഴ്സിനും അതിൻ്റേതായിട്ടുള്ള, അല്ലെങ്കിൽ ഓരോ ലിറ്റററി സ്റ്റൈലിനും ഓരോ ലിറ്റററി ഫോമിനും അതിൻ്റേതായിട്ടുള്ള ടെക്നിക്സും സ്റ്റൈലും ഉണ്ടാവും. അതിൻ്റെ അതൊരു ലിമിറ്റേഷനാണ്. കാരണം ഇപ്പോൾ നവവി ഇമാം പല വർക്കുകളിലും പറയുന്നുണ്ട്, ഇത് വളരെ വിശാലമായി പോയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇതിലേറെ ഇതുമായിരുന്നു. അപ്പോൾ ആ ഒരു ജോണറിൻ്റെ ആ ഒരു ഫോമിൻ്റെയും ലിമിറ്റേഷൻസിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ ഒരു ഫഖീഹിൻ്റെ എഴുതുമ്പോൾ അയാൾ ചിന്തിക്കുന്ന രീതി എങ്ങനെയാണ്, അയാൾ എങ്ങനെയാണ് അയാളുടെ ഓരോ ഐഡിയകൾ ക്ലാസിഫൈ ചെയ്യുക, ടൈപ്പോളജീസ് ഓഫ് ഫിഖ് റൈറ്റിംഗ് എന്നുള്ളതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം അതിൽ എടുക്കുന്നത് നവവി ഇമാമിൻ്റെ 4 വർക്കുകളാണ്.
1 മജ്മൂ, 2 റൗള, 3 മിൻഹാജ്, 4 ഷർഹ് മുസ്ലിം. അപ്പോൾ ഇതിൽ മജ്മൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റൈലും അതിൻ്റെ ഒരു സൈസും നോക്കുമ്പോൾ ഒരു മബ്സൂത്ത് കാറ്റഗറിയിൽ വരുന്നതാണ്. റൗള എന്നുള്ളത് മുഖ്തസറും അല്ല, സ്റ്റൈൽ നോക്കുമ്പോൾ ഇൻ ടേംസ് ഓഫ് ഇറ്റ് സ്റ്റൈൽ അല്ലെങ്കിൽ സൈസും നോക്കുമ്പോൾ അത് മുഖ്തസറും അല്ല, എന്നാൽ അതിന് ഒരു മബ്സൂത്തിൻ്റെ ലെവലിലേക്ക് എത്തിയിട്ടില്ല. മിൻഹാജ് മുഖ്തസറാണ്. ഷർഹ് മുസ്ലിം എന്നുള്ളത് പിന്നെ വേറെ തന്നെ ഫിഖ് അല്ലാത്ത ഹദീസ് കമൻട്രി എന്നുള്ള ഇങ്ങനെ നാല് ലിറ്റററി ഫോമുകൾ എടുത്തുകൊണ്ട് നവവി ഇമാമിൻ്റെ ഖിസ്മു സ്വദഖാത്ത്, കിതാബു സക്കാത്തിൽ ഖിസ്മു സ്വദഖാത്ത്, സക്കാത്ത് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളൊരു ചർച്ച ഉണ്ട്. അതിൽ അൽ അംവാലുൽ ബാത്തിന, അൽ അംവാലുൽ ലാഹിറ, ഹിഡൻ ഗുഡ്സ് ആൻഡ് മാനിഫെസ്റ്റ് ഗുഡ്സ്, ഈ ഒരു ചർച്ച നവവി ഇമാം മജ്മൂയിലും 4 വർക്കുകളിലും ഷർഹ് മുസ്ലിമിൽ അദ്ദേഹം കൊണ്ടുവരുന്ന വേറെ ചർച്ചയാണ്. ബാക്കിയുള്ള 3 വർക്കുകളിലും നവവി ഇമാം ഈ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലുള്ളത് സ്വദക്ക ഡിസ്ട്രിബ്യൂട്ട് അല്ലെങ്കിൽ സക്കാത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നിടത്ത് അത് റബ്ബുൽ മാലി, ഈ പ്രോപ്പർട്ടിയുടെ ഓണറാണോ അത് ചെയ്യേണ്ടത്, അതല്ല അത് വക്കീലിനെ ഏൽപ്പിക്കുകയാണോ വേണ്ടത്, അതുമല്ല ഇമാമിന് പേ ചെയ്തിട്ട് ഇമാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ചർച്ച ഉണ്ട്. അപ്പോൾ ഈ 3 സാധ്യതകളെ വെച്ചിട്ട് ഇതിലുള്ള പിന്നെ ഇത് അംവാലുൽ ബാത്തിൻ, അംവാലുൽ ലാഹിറ, പിന്നെ ഇതിൽ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മോഡ് എന്താണ്, അത് ഇമാമിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഇമാമ് ആദിലാണെന്നുണ്ടെങ്കിൽ ഇമാമിനെ ഏൽപ്പിക്കലാണോ, അതല്ല ഇമാമ് ആദിലല്ലെങ്കിൽ ഇമാമിനെ ഏൽപ്പിക്കുക, ഇങ്ങനെ ഒരുപാട് ചർച്ചകൾ എന്ന് പറഞ്ഞാൽ ഒരു മുഫ്തി അല്ലെങ്കിൽ ഒരു ഫഖീഹ് ചിന്തിക്കുന്ന ലോജിക്കൽ സാധ്യതകൾ എത്രമാത്രം ഉണ്ടായിരിക്കും. ഓരോ കേസുകളും വരുമ്പോൾ അവിടെ നമ്മൾ തഫ്സീൽ അല്ലെങ്കിൽ ഫർക്ക് ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ പറയും. അപ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകളൊക്കെ അന്വേഷിച്ച് ഇത് ഏറ്റവും കൂടുതൽ നബി ഇമാം അതിൻ്റെ സാധ്യതകളും അതിൻ്റെ അതില്ലത്തും സ്വാഭാവികമായിട്ടും കൊണ്ടുവരാൻ മജ്മൂയിലാണ്. അപ്പോൾ മജ്മൂയിനെ കുറിച്ച് കൂടുതലായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല ഇതിലുള്ള ഇപ്പോൾ ഈ റബ്ബുൽ മാല്, വക്കീൽ, ഇമാമ്, ഈ മൂന്ന് ഡൈമെൻഷൻസ് ആണ്. സക്കാത്തിൻ്റെ 3 ഡൈമെൻഷൻസിനെ മുഖവിലക്കെടുത്തുകൊണ്ടാണ് ഈ ചർച്ച മുന്നോട്ട് പോകുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ റബ്ബുൽ മാലിനാണ് സക്കാത്ത് കൊടുക്കാൻ അർഹത, അല്ലെങ്കിൽ അയാൾ കൊടുക്കുന്നതിന് പ്രിഫർ ചെയ്യപ്പെടേണ്ടതെന്ന് പറയുമ്പോൾ സക്കാത്ത് എന്നുള്ള ഒരു കൈൻഡ് ഓഫ് ഇബാദത്താണ്. അപ്പോൾ ഇബാദത്തിന് ആ മാലിൻ്റെ ഓണർ എന്നുള്ള അയാൾക്കാണ് അതിന് കൂടുതൽ അധികാരമുള്ളത്. എന്നാൽ അതേസമയം ഇമാമാണ് കൊടുക്കേണ്ടി വരുമ്പോൾ ഇവിടുത്തെ ലോയും ഓർഡറും സിസ്റ്റമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇമാമാണ്, ഇമാമിൻ്റെ റൈറ്റാണ്. സ്വാഭാവികമായിട്ടും ആ ഒരു അർത്ഥത്തിൽ വരുമ്പോൾ ഇമാമിനെ കൊണ്ടുപോകണം, ഇമാമാണ് ഇത് ചെയ്യേണ്ടത് എന്ന് പറയേണ്ടി വരും. എന്നാൽ ഇത് കിട്ടേണ്ട ആൾ സക്കാത്തിൻ്റെ മുസ്തഹിക്കായിട്ടുള്ള ആളുടെ അവകാശം വെച്ച് നോക്കുമ്പോൾ ഇമാമ് ജസ്റ്റ് ഇമാമായിട്ടില്ലെങ്കിൽ ആദിലായിട്ടുള്ള ഇമാമായിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ അവിടെ ഇയാൾക്ക് ഇത് എത്തിക്കൊള്ളുന്നില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ഓരോ സാധ്യതകളുടെയും വ്യത്യസ്ത ലോജിക്കലായിട്ടുള്ള എക്സ്പ്ലനേഷൻസും പിന്നെ എത്രമാത്രം ഇപ്പോൾ മജ്മൂ ഷിറാസി ഇമാമിൻ്റെ മുഹദ്ദബിൻ്റെ ഇതാവുമ്പോൾ തന്നെ അവിടെ ഒരുപാട് സാധ്യതകൾ ഷിറാസി ഇമാം ഒഴിവാക്കി വിടുന്നുണ്ട്. ആ ഗ്യാപ്പുകളൊക്കെ എങ്ങനെയാണ് നവവി ഇമാം ഫില്ല് ചെയ്യുന്നത് എന്നും ഇദ്ദേഹം നവവി ആൻഡ് ടൈപ്പോളജീസ് ഓഫ് ഫിഖ് റൈറ്റിംഗ് എന്നുള്ളതിൽ പറയുന്നുണ്ട്. പിന്നെ ഷർഹ് മുസ്ലിമിലേക്ക് വരുമ്പോൾ ബാബു ഹുക്മു ഉലൂഹിൽ കൽബ്, നായ വെള്ളം കുടിച്ചാൽ അല്ലെങ്കിൽ പാത്രത്തിൽ തലയിട്ടാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളുണ്ട്. ഈ ഒരു ഹദീസ് കമൻട്രിയുടെ സ്പേസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നവവി ഇമാം ബാക്കിയുള്ള മദ്ഹബുകളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും ബാക്കിയുള്ള മദ്ഹബുകൾ ഈ ഹദീസുകളെ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്തത് എന്നുള്ളതിലേക്കും ഈ ഒരു അപ്പോൾ ജസ്റ്റ് ഫിഖ് എന്നുള്ള ആ ഫന്നിൽ വന്ന വർക്കുകളല്ലാതെ ബാക്കി ഒരുപാട് വർക്കുകളും അതിലും ഫഖീഹുമാർ അവരുടെ ഫിഖ് റൈറ്റിങ്ങിൻ്റെ വ്യത്യസ്ത സാധ്യതകളെ അന്വേഷിച്ചിരുന്നു അല്ലെങ്കിൽ കാണിച്ചിരുന്നു എന്നുള്ള അർത്ഥത്തിൽ കാൽഡർ ഈ വർക്കിൽ പറയുന്നുണ്ട്. പിന്നെ കാൽഡർ ഈ 2 വർക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നവവി ഇമാമിനെ കുറിച്ച് 2 തീസിസുകൾ 1990കളിൽ വന്നിട്ടുണ്ട്. ഒന്ന് അബ്ദുള്ള അൽ സുഐബി എന്നുള്ള ഒരു സ്കോളറാണ്. അത് 1999 ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവിടെ അദ്ദേഹം സബ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് അത്തഹരീർ ഫി ഷർഹി അൽഫാദ് തംബീഹ് എന്നുള്ള അദ്ദേഹം എനിക്ക് തോന്നുന്നത് അറബിക് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇത് സമർപ്പിച്ചത്. അപ്പോൾ തഹരീർ ഫി നവവി ഇമാമിൻ്റെ തഹരീറിൻ്റെ ഒരു എഡിറ്റഡ് അതിൻ്റെ ഒരു തഹ്ഖീഖാണ്. അതേസമയം അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നവവി ഇമാമിൻ്റെ ലൈഫ് പിന്നെ അന്നത്തെ സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ ഹദീസ് ഫീൽഡിൽ അല്ലാതെ ലോ ഫീൽഡിൽ അല്ലെങ്കിൽ ഫിഖിൻ്റെ ഇതിലല്ലാതെ വന്നിട്ടുള്ള വേറൊരു വർക്ക് ഹദീസ് ആൻഡ് സൂഫിസം ഇൻ ഡമസ്കസ്, ഇബ്ൻ അറബി അൽ നവവി ആൻഡ് ഇബ്ൻ തൈമിയ എന്നുള്ള 1994 കിങ്സ് കോളേജ് ലണ്ടനിൽ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്.
ഒരു PhD ഡിസർട്ടേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലും നവവി ഇമാമിൻ്റെ ഹദീസ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളൊക്കെയാണ് അതിൽ ചർച്ച ചെയ്യുന്നത്. നവവി ഇമാമിനെ കുറിച്ച് ഒരു പുസ്തകം വന്നത് 2015 ലീഗൽ അതോറിറ്റി ഇൻ പ്രീ മോഡേൺ ഇസ്ലാം, യഹ്യ ബിൻ ഷറഫുൻ നവവി ഇൻ ദി ഷാഫി സ്കൂൾ ഓഫ് ലോ എന്നുള്ള വർക്ക് ഫക്രിസാൽ എ ഹലീം എന്നുള്ള ഒരു ഇന്ത്യൻ നേഷൻ സ്കോളർ എഴുതിയിട്ടുള്ളതാണ്. അദ്ദേഹം മഗ്ഗിലിൽ വായിൽ ഹല്ലാക്കിന് PhD ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഡിസർട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ അത് റൂട്ട് പബ്ലിഷ് ചെയ്ത് പുസ്തകമായി വന്നതാണ്. അപ്പോൾ അദ്ദേഹം അതിൽ അന്വേഷിക്കുന്നത് ആ പുസ്തകത്തിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. പൊതുവെ ഒരു അക്കാദമിക് വർക്ക് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇസ്ലാമിക് ലോ ആവട്ടെ വേറെ ഏത് ഫീൽഡിൽ ഇസ്ലാമിക് ഇൻ്റലക്ച്വൽ ഹിസ്റ്ററിയെ കുറിച്ചുള്ള ഒരുപാട് വർക്കുകൾ വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇൻസൈറ്റ് കിട്ടും. അക്കാദമിക് വർക്ക് നമ്മൾ കിതാബിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും, അതോടൊപ്പം നമുക്ക് അതിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരുപാട് ഇൻസൈറ്റുകൾ കിട്ടും. അങ്ങനെ ഒരു ഇൻസൈറ്റ് ഈ പുസ്തകത്തിൻ്റെ ഒരു 4 ചാപ്റ്റർ വായിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ പുസ്തകത്തിന് അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹം അതിൽ അന്വേഷിക്കാൻ ശ്രമിക്കുന്നത് എന്താ വെച്ചാൽ നവവി ഇമാം എങ്ങനെ അതോറിറ്റിയായി മാറി എന്ന് പറഞ്ഞാൽ മദ്ഹബിലെ അവസാന വാക്കായിട്ട് നവവി ഇമാം എങ്ങനെ വന്നു, ആ ഒരു അതോറിറ്റിയെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പിൽക്കാല സ്കോളേഴ്സ് എന്തൊക്കെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന ഇസ്ലാമിക് ലോയെ കുറിച്ചുള്ള ജനറലായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്റ്റേറ്റ് ഒരു ലോയെ എൻഫോഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ ലോയെ പ്രൊഡ്യൂസ് ചെയ്യാനോ സ്റ്റേറ്റ് സംവിധാനമല്ല. സ്വാഭാവികമായിട്ടും അതോറിറ്റി എന്നുള്ളത് വ്യക്തികളിൽ കേന്ദ്രീകരിക്കണം. ആ വ്യക്തികളിൽ കേന്ദ്രീകരിക്കുന്നതിന് ഭാഗമായിട്ടാണ് മദ്ഹബ് എന്നുള്ളത് വന്നത്. ആ മദ്ഹബ് അങ്ങനെയാണ് ഷാഫി മദ്ഹബും ബാക്കിയുള്ള മദ്ഹബൊക്കെ വന്നത്. അതുപോലെ അതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് ആയിട്ടുള്ള അതോറിറ്റി കൺസ്ട്രക്ഷൻ ആയിരുന്നു നവവി ഇമാമിലൂടെ പിൽക്കാല ഷാഫി മദ്ഹബ് എക്സ്പീരിയൻസ് ചെയ്തത് എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം നവവി ഇമാമിനെ കുറിച്ചുള്ള ബയോഗ്രഫിക്കൽ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ തൊബക്കാത്ത് ലിറ്ററേച്ചർ, പിന്നെ അതുപോലെ നവവി ഇമാമിൻ്റെ തന്നെ മജ്മൂ, റൗള, മിൻഹാജ് ഈ 3 കിതാബുകളെ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിൻ്റെ ആലോചനകൾ മുന്നോട്ട് വെക്കുന്നത്. അതിൽ 5 ചാപ്റ്ററാണ് ഉള്ളത്. ഒന്നാമത്തെ ചാപ്റ്ററിൽ നവവി ഇമാമിൻ്റെ ദി മാൻ ആൻഡ് ഹിസ് ബയോഗ്രഫി, നവവി ഇമാമിൻ്റെ ഒരു ബയോഗ്രഫിക്കൽ സ്കെച്ചാണ് അദ്ദേഹം ചെയ്യുന്നത്. രണ്ടാമത്തത് എങ്ങനെയാണ് നവവി ഇമാമിൻ്റെ പിൽക്കാല അതോറിറ്റി ലെഗസി എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ സംസാരിക്കുന്നത്. മൂന്നാമത്തെ ചാപ്റ്ററിൽ ത്വരീഖത്തുൽ ഖുറാസാനിയും ത്വരീഖത്തുൽ ഇറാഖിയും ഇത് രണ്ടും എങ്ങനെയാണ് നവവി ഇമാമതങ്ങൾ ജംഅ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. പിന്നെ നാലാമത്തതിൽ നവവി ഇമാം എങ്ങനെയാണ് ഈ മദ്ഹബിൻ്റെ ഡോക്ട്രിനെ കാനനൈസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. അവസാനം നവവി ഇമാമിൻ്റെ കൺസെപ്റ്റ് ഓഫ് മദ്ഹബ് എന്തായിരുന്നു എന്നുള്ള ഈ 5 ചാപ്റ്ററുകളാണ്. ആ പുസ്തകം അത്ര റെലവൻ്റ് അല്ല എന്ന് ഞാൻ പറയാൻ കാരണം പൊതുവേ ഇങ്ങനെയുള്ള ഒരു വർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് ബുക്ക് റിവ്യൂ വരും. മാത്രമല്ല അത് അക്കാദമിക് ഡിബേറ്റുകൾ അല്ലെങ്കിൽ അക്കാദമിക് ഡിസ്കഷനിലോ ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുണ്ട്. ഒരുപാട് ചർച്ചകൾ അതിനെക്കുറിച്ച് വരും. അങ്ങനെയുള്ള ഒരു ചർച്ചയും ഇതിനെക്കുറിച്ച് വന്നിട്ടില്ല. മാത്രമല്ല ഇത് കേവലം നവവി ഇമാമിൻ്റെ കുറിച്ച് നമുക്ക് ബാക്കിയുള്ള കിതാബുകളൊക്കെ ഒരുമിച്ച് കൂട്ടി അതിൽ നിന്ന് വായിച്ചാൽ കിട്ടുന്ന ഒരുപാട് ഐഡിയകൾ മാത്രമുള്ളൂ ഈ പുസ്തകത്തിലുള്ളത്. അതിനപ്പുറത്തേക്ക് സോഷ്യൽ, പൊളിറ്റിക്കൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നവവി ഇമാം മംലൂക്ക് ഡമസ്കസിലാണ് ജീവിക്കുന്നത്. പിന്നെ ബൈബർസുമായിട്ട് ഒരുപാട് എൻകൗണ്ടേഴ്സ്, ഒരുപാട് കത്തിടപാടുകൾ നടത്തുന്നുണ്ട്. പിന്നെ അന്നത്തെ മദ്രസ സിസ്റ്റം, ഇങ്ങനത്തെ സോഷ്യോ പൊളിറ്റിക്കലായിട്ടുള്ള വിഷയങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യാതെ എഴുതിയിട്ടുള്ളൊരു വിഷയമാണ് ഒരു പുസ്തകമാണ്. എന്നാൽ ഏറെക്കുറെ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ അഡ്രസ്സ് എഴുതപ്പെട്ടിട്ടുള്ള വർക്കാണ് മഹ്മൂദ് കൂരിയയുടെ ഇസ്ലാമിക് ലോ ഇൻ സർക്കുലേഷൻ ഷാഫി ടെക്സ്റ്റ് അക്രോസ് ദി ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് മെഡിറ്ററേനിയൻ എന്നുള്ള വർക്കിൽ 4th ചാപ്റ്റർ ദി കോഡ് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ പൊതുവേ ഇസ്ലാമിക് ലീഗൽ സ്റ്റഡീസിലുള്ള ഒരു സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഫുറൂഉൽ ഫിഖിലുള്ള ടെക്സ്റ്റുകൾ, ഷറഹുകളാവട്ടെ ബാക്കി മുഖ്തസറുകളാവട്ടെ, ഇതൊന്നും ഇൻ്റലക്ച്വൽ ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗപ്പെടുത്തപ്പെടും. ഇൻ്റലക്ച്വൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ എങ്ങനെയാണ് എവോൾവ് ചെയ്ത് വന്നത്, ഒരു പെർട്ടിക്കുലർ ഡിബേറ്റ് എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്ത് വന്നത്, ഓരോ കാലത്തുമുള്ള ഉലമാക്കൾ എന്തായിരുന്നു ഓരോ വിഷയത്തിലും പുതുതായിട്ട് അഭിപ്രായം പറഞ്ഞിരുന്നത്, ഇൻ്റലക്ച്വൽ ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് ഈ ഫുറൂഉൽ ഫിഖിലുള്ള വർക്കുകൾ ഉപയോഗിക്കപ്പെടും. എന്നാൽ സോഷ്യൽ ഹിസ്റ്ററി കൺസ്ട്രക്ട് ചെയ്യാൻ പൊതുവെ ഉപയോഗിക്കൽ ഫത്വകളാണ്. കാരണം ഫത്വകളിൽ എന്തുണ്ടാവും, ഇന്ന പെർട്ടിക്കുലർ പീരീഡിലേക്കും പെർട്ടിക്കുലർ ടൈം സ്ഥലങ്ങളിലേക്കുമുള്ള റെഫറൻസ് ഉണ്ടാവും. സ്വാഭാവികമായിട്ട് അത് നമുക്ക് ഒരു സോഷ്യൽ ഹിസ്റ്ററി അതിൽ നിന്ന് കൺസ്ട്രക്ട് ചെയ്യാം. എന്നാൽ ഫുറൂഉൽ ഫിഖിൻ്റെ ടെക്സ്റ്റുകളിലേക്ക് വരുമ്പോൾ, സബ്സ്റ്റാൻറ്റീവ് ലീഗൽ ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്നാൽ നവവി ഇമാമിൻ്റെ മിൻഹാജിനെ വെച്ചുകൊണ്ട് തന്നെ ഒരു സോഷ്യൽ ഹിസ്റ്ററി നമുക്ക് വെക്കാം, അല്ലെങ്കിൽ സോഷ്യൽ ഹിസ്റ്ററി കൺസ്ട്രക്റ്റ് ചെയ്യാം. അതിൻ്റെ സാധ്യതകളാണ് അദ്ദേഹം ഈ ഒരു ചാപ്റ്ററിൽ ഇതാവുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൺസേൺ മിൻഹാജിൻ്റെ ലോങ് ടൈം പോപ്പുലാരിറ്റി, മിൻഹാജ് ഭയങ്കര പോപ്പുലറായി എന്നറിയാം, അതിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. അതിന് ഇൻറ്റേർണലായിട്ടുള്ള ഫാക്ടേഴ്സും ഉണ്ട്, എക്സ്റ്റേണലായ ഫാക്ടേഴ്സും ഉണ്ട്. ഇൻറ്റേർണലായിട്ടുള്ളത്
ഇവിടെ ഒരുപാട് പ്രസൻറ്റേഷനുകളിൽ സംസാരിച്ചിട്ടുണ്ടാവും. അതിൻ്റെ കണ്ടൻറ്റ്, നബി ഇമാം സ്വീകരിച്ചിട്ടുള്ള മെത്തഡോളജി, നബി ഇമാമിൻ്റെ ആ നെറേറ്റീവ് സ്റ്റൈൽ, ഇതൊക്കെ അതിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള കാരണങ്ങളാണ്. എന്നാൽ ഇതിനൊക്കെ അപ്പുറത്ത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ ഉദാഹരണത്തിന് പറയുന്നത് നബി ഇമാം അന്നത്തെ കാലത്ത് അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതിനുള്ളൊരു ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നത് അയ്യൂബികൾക്കും മംലൂക്കിനും ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള കാലത്ത് സിറിയയിലും കൈറോയിലും സിറിയയിലായിട്ട് മംലൂക്സിൻ്റെയും അയ്യൂബികൾക്കും ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു കാലത്താണ് നബി ഇമാം വരുന്നത്. മാത്രമല്ല അന്ന് തന്നെ ക്രൂസൈഡും നടക്കുന്നുണ്ട്. അപ്പോൾ നബി ഇമാം എന്ത് ചെയ്യുന്നില്ല, ക്രൂസൈഡ് കുരിശുദ്ധത്തിൽ ഡയറക്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. എന്ന് മാത്രമല്ല മംലൂക്കുകൾക്കും അയ്യൂബികൾക്കും ഇടയിലുള്ള സിവിൽ വാറിലും നബി ഇമാം ഇടപെടുന്നില്ല. നബി ഇമാമിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന് ഒരു സ്റ്റാബിളായ ആർമി ഉള്ള കാലത്തോളം ജിഹാദ് ഫർദ് കിഫായാണ്. അല്ലെങ്കിൽ എല്ലാ ഉലമാക്കളുടേതായിട്ടുള്ള റോളുണ്ട്. അവർ ജിഹാദിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന യുദ്ധങ്ങളിലോ പങ്കെടുക്കണ്ട എന്നുള്ളൊരിതാണ്. ഇത് നബി ഇമാമും സുൽത്താൻ ബൈബർസും തമ്മിലുള്ള ഒരുപാട് കത്തിടപാടുകൾ ആ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. അതിൽ സുൽത്താൻ ബൈബർസ് ഉലമാക്കളും എല്ലാ ആൾക്കാരുകളും ജിഹാദിലേക്ക് ഇറങ്ങണം എന്ന അനുകൂലമായിട്ടൊരു ഫത്വ കിട്ടാൻ വേണ്ടിയിട്ട് നബി ഇമാമിന് കത്ത് എഴുതുന്നുണ്ട്. പക്ഷെ നബി ഇമാം അതിനോട് നെഗറ്റീവായിട്ടാണ് ഇതാവുന്നത്. അപ്പോൾ അത് തുഹ്ഫത്തു ത്വാലിബീൻ ഫി തർജുമത്തിൽ ഇമാം മുഹിയുദ്ദീൻ എന്നുള്ള നബി ഇമാമിൻ്റെ ശിഷ്യനായിട്ടുള്ള ഇബ്നു അത്താറിൻ്റെ പബ്ലിഷ്ഡ് ആയിട്ടുള്ള പുസ്തകമാണ്. അതിൽ ഈ കത്തിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ്, നബി ഇമാമിൻ്റെ റദ്ദുകൾ, ജവാബായിട്ട് നബി ഇമാം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ഉലമാക്കൾ കൂടി യുദ്ധത്തിൽ പങ്കെടുക്കണം എന്നുള്ള ചർച്ചയിൽ നബി ഇമാം അദ്ദേഹത്തിന് എഴുതുന്ന തിരിച്ച് സുൽത്താൻ ബൈബർസിന് ജവാബിൽ വ അമ്മ അന ഫീ നഫ്സി ഫലാ യളുറുനി തഹ്ദീദ് വലാ അക്ബറു മിൻഹു എന്ന് പറഞ്ഞിട്ട് ബൈബർസ് തഹ്ദീദ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അതിനൊന്നും വകവെക്കാതെ നബി ഇമാം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ നബി ഇമാമിന് മൊത്തത്തിൽ യുദ്ധങ്ങളോട് അല്ലെങ്കിൽ ക്രൂസൈഡ് ഈ വിഷയങ്ങളിലൊന്നും അത്ര സ്റ്റേറ്റിൻ്റെ തന്നെ നിലപാടായിരുന്നില്ല ഉണ്ടായിരുന്നത്. ഇത് നമ്മൾ മിനഹാജിലേക്ക് വരുമ്പോൾ മിനഹാജിൻ്റെ ഓരോ ഇബാറത്തുകൾ അല്ലെങ്കിൽ ഓരോ അൽഫാദുകൾ അത് ചില കാര്യങ്ങൾ നബി ഇമാം ഒഴിവാക്കും. അതിന് ഒരു പക്ഷേ ഒരു പെർട്ടിക്കുലർ റീസൺ, ഒരു ലോജിക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ ചില വാക്കുകളെ പാരഫ്രൈസ് ചെയ്ത് മാറ്റി എഴുതും. അതിന് ഒരു പെർട്ടിക്കുലർ റീസൺ, ലോജിക്ക് ഉണ്ടാവും. ഇതിനെ അനലൈസ് ചെയ്ത് ഈ ഒരു ഫിലോളജിക്കലായിട്ടുള്ള മാറ്റങ്ങൾ എന്നതിന് പറയും. അപ്പോൾ ഇതിനെ അനലൈസ് ചെയ്ത് കൂരിയ പറയുന്നത് നബി ഇമാമിൻ്റെ മൊത്തത്തിലുള്ള ഈ യുദ്ധത്തിനോടോ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റിനോടോ ഉള്ള ഈ ഒരു കാഴ്ചപ്പാട് നബി ഇമാമിൻ്റെ മിനഹാജിലും കാണാം. ഇപ്പോൾ ഉദാഹരണത്തിൽ മുഹററിൽ കിതാബ് സിയർ വരുന്നിടത്ത് കുത്തിബ അലൈക്കുമുൽ ഖിതാലു വഖുർഹുല്ലക്കും ഖാതിലുൽ മുശ്രിക്കീന കാഫതൻ കമാ യുഖാതിലൂനക്കും കാഫ, ഇങ്ങനെ ഒരുപാട് അദില്ലത്തുകൾ വെച്ചിട്ട് ജിഹാദിൻ്റെ നിർബന്ധത്തെ ഇതാക്കുന്നുണ്ട്. പക്ഷേ മിനഹാജിലേക്ക് വരുമ്പോൾ അതില്ല. അത് നമുക്ക് പറയാം മിനഹാജ് അങ്ങനത്തെ ഒരു ടെക്സ്റ്റ് അല്ല, മിനഹാജിൻ്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അതില്ലത്തിലേക്ക് പോകുന്നില്ല എന്ന് വേണമെങ്കിൽ അവിടെ പറയാം. എന്നാൽ വേറൊരു ചർച്ചയിലേക്ക് വരുമ്പോൾ നബി തങ്ങളുടെ കാലത്ത് ജിഹാദ് എന്തായിരുന്നു, ഫർള് ഐനായിരുന്നു, ഫർള് കിഫായുള്ള ചർച്ചയിൽ ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് മുഹററിലെ റാഫി ഇമാം. പക്ഷെ മിനഹാജിലേക്ക് വരുമ്പോൾ അത് ഫർള് കിഫായാണെന്ന് മാത്രം പറഞ്ഞോളൂ. ഇതിലേറൊക്കെ രസകരമായിട്ടുള്ളൊരു സംഭവം എന്താ വെച്ചാൽ മുഹററിൽ അവധി എത്തിയ കടമുള്ള ആൾ അയാൾ യുദ്ധത്തിന് പോകുന്നതിനെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ റാഫി ഇമാം പറയുന്നത് വമൻ അലഹി ദൈനുൻ ഹാലുൻ ലൈസ ലഹു അൻ യഖ്റുജ ലി സഫറിൽ ജിഹാദി എന്നാണ്. ഇനി ഹാലായിട്ടുള്ള ആൾ സഫറുൽ ജിഹാദി ലൈസ ലഹു എന്നുള്ളതാണ്. അവിടെ ലൈസ ലഹു എന്നുള്ളതിനെ നബവി ഇമാമിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ മുൻഹാജിലേക്ക് എത്തുമ്പോൾ യഹ്റൂമു സഫറു ജിഹാദി എന്നാവുണ്ട്. അപ്പോൾ നബി ഇമാമിൻ്റെ മൊത്തത്തിലുള്ള പ്രൊജക്റ്റ് എന്താവാ, ചിലപ്പോൾ ലാ യജൂസു യജൂസ് എന്നതിനൊക്കെ പറഞ്ഞത് യുസ്തഹബു അല്ലെങ്കിൽ യഹ്റൂമു എന്ന് പറയുന്നതാവും. പക്ഷേ നബി ഇമാമിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു കോണ്ടെക്സ്റ്റിൽ വായിക്കുമ്പോൾ ഈ ലൈസ ലഹു എന്നുള്ളത് യഹ്റൂമു എന്നാവുന്നതും, പിന്നെ മാതാപിതാക്കളെ സമ്മതമല്ലാതെ യുദ്ധത്തിന് പോകുന്നതിനെ കുറിച്ച് മുഹററിൽ പറയുന്നത് വലാ യജൂസുൽ ജിഹാദു ബിഗൈരി ഇദ്നിൽ അബി വൽ ഉമ്മി ഇല്ലാ യകൂന മുഷ്രിക്കൈനി എന്ന് പറയുന്നുണ്ട്. അത് മിൻഹാജിലേക്ക് എത്തുമ്പോൾ വയഹ്റുമു ജിഹാദുൻ ഇല്ലാ ബി ഇദ്നി അബവൈഹി. അപ്പോൾ വലാ യജൂസു എന്നുള്ളത് ഇവിടെ എത്തുമ്പോൾ വയഹ്റുമു എന്നാവുണ്ട്. അപ്പോൾ ഈ ലൈസ ലഹു എന്നുള്ളത്
യഹ്റുമു എന്നുള്ളതും ലാ യജൂസു എന്നുള്ളത് യഹ്റുമു ആവുക, ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നബി ഇമാം അന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ അതിനെ കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് തൻ്റെ മിൻഹാജ് എഴുതിയത്. അത് ഫുറൂഉൽ ഫിഖിയിലെ മുഖ്തസറായിട്ടുള്ള കിതാബ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അനലൈസ് ചെയ്യാം, അങ്ങനെ ഒരു സോഷ്യൽ ഹിസ്റ്ററി കൺസ്ട്രക്ട് ചെയ്യാമെന്ന് കൂരിയ ഇതിലൂടെ പറയുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഇന്ത്യൻ ഓഷ്യൻ അല്ലെങ്കിൽ മിൻഹാജിൻ്റെ പോപ്പുലാരിറ്റിക്കുള്ള വേറൊരു കാരണമായിട്ട് പറയുന്നത് അതിലുള്ള ഒരുപാട് മസ്അലകൾ ഷാഫി മദ്ഹബിൽ ഇൻ ജനറൽ, പിന്നെ അത് മിൻഹാജിലേക്ക് വരുമ്പോൾ ഓഷ്യൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് മസ്അലകൾ, ഇപ്പോൾ ഖിയാറുൽ മജ്ലിസ് എന്നുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ട്രേഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് മസ്അലകൾ, ഇതൊക്കെ ഈ ഫിഖ്ഹിൻ്റെ ഈ ടെക്സ്റ്റുകളിലുണ്ടായി. സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിക്ക് ഇത് സ്വീകരിക്കാൻ ഒന്നുകൂടി എളുപ്പമായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരുപാട് അവരുടെ ആവശ്യങ്ങളോട് മീറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഖിയാറുൽ മജ്ലിസ് അത് ഹനഫി മദ്ഹബിലും പിന്നെ മാലിക്കി മദ്ഹബിലും ഇല്ലാത്തതാണ്. അപ്പോൾ അബൂ ഹനീഫ ഇമാം സഫീനത്തിലാണ് ഈ കച്ചവടം നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഫിറാഖ് എന്നുള്ളത് ഒരുപാട് ടൈം കഴിഞ്ഞതിന് ശേഷം നടക്കുക. അപ്പോൾ ഈ പോയിന്റ് വെച്ചിട്ടാണ് ഖിയാറുൽ മജ്ലിസ് ഇല്ല എന്ന് പറയുന്നത്. പക്ഷേ അതേ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഖിയാറുൽ മജ്ലിസ് ഉണ്ട് എന്നുള്ളത് ഷാഫി മദ്ഹബിലും നബി ഇമാം ആ പോയിന്റിനെ കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് മജ്മൂഇൽ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ ആദ്യകാല ഷാഫി ടെക്സ്റ്റുകളിൽ ദാറുൽ ഇസ്ലാമിൽ മാത്രം മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമേ കച്ചവടം ചെയ്യാൻ പറ്റൂ എന്നുള്ളതുണ്ടായിരുന്നു. അത് നബി ഇമാമിൻ്റെ ഒരു കാലമാകുമ്പോഴേക്കിന്, അതിനു മുമ്പും ഈ സംഭവം വരുന്നുണ്ട്. അത് മംഗോൾസിൻ്റെ പീരീഡിലാണ് 649 ഇമാം ഡമസ്കസിലേക്ക് വരുന്നത്. അപ്പോൾ ഈ മംഗോൾസ് ഉണ്ട്, പിന്നെ ഒരുപാട് ക്രൂസൈഡ്, ഇങ്ങനെ ഒരുപാട് ശത്രുക്കളും. എന്നാൽ പ്രാക്ടിക്കലായിട്ട് അവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നോൺ മുസ്ലിംസിനോടും മുർത്തദിനോടും എല്ലാം കച്ചവടം ചെയ്യണം എന്നുള്ള ഒരു പ്രാക്ടിക്കൽ നെസസിറ്റിയെ മുന്നിൽ കണ്ട് നബി ഇമാം ഇങ്ങനെ ഒരുപാട് ഓഷ്യൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രേഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് മസ്അലകൾ നബി ഇമാമിൻ്റെ മിൻഹാജിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിന് പുറമെ അദ്ദേഹം പറയുന്ന കാരണങ്ങളാണ് 2 ത്വരീഖകളെ ജംഅ് ചെയ്തത്. മാത്രമല്ല അന്നത്തെ കാലത്ത് മദ്രസകളിൽ ഈ ഒരു ടെക്സ്റ്റ് ഒരു മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റ്, ഹൈ പ്രൊഫഷണലൈസേഷൻ നടക്കുന്ന പീരീഡാണ്. അപ്പോൾ എല്ലാവർക്കും മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ നബി ഇമാമിനെ പറയാം ലിയസ്ഹുല ഹിഫ്ളുഹു എന്ന് മുഖദ്ദിമയുടെ തുടക്കത്തിൽ മിൻഹാജിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ടെക്സ്റ്റായി എന്നുള്ളതും പിൽക്കാലത്ത് യമനിലും ബാക്കി ഒരുപാട് 19-ാം നൂറ്റാണ്ട് വരെ യമനിൽ ഈ മിൻഹാജ് കാണാതെ പഠിക്കുക എന്നുള്ള മെമ്മറൈസ് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് അന്നത്തെ ഉലമാക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് ബ്രിംഗ്ലി മസിക് ദി കാലിഗ്രഫിക് സ്റ്റേറ്റ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ വർക്കിലും പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം ചർച്ചകളാണ് നബി ഇമാമിനെ കുറിച്ചിട്ടുള്ള അക്കാദമിയിൽ പൊതുവെ വന്നിട്ടുള്ളത്. ഇത് വളരെ ചുരുക്കമാണ്. നബി ഇമാമിൻ്റെ ലെഗസിയോ അല്ലെങ്കിൽ നബി ഇമാമിൻ്റെ സ്കോളർഷിപ്പ് വെച്ച് നോക്കുമ്പോൾ ഇനിയും ഒരുപാട് വർക്കുകൾ വരാനുണ്ട്. അതിലേക്കുള്ള ചുവടുവെപ്പുകൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.